ഹായ് 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 ഏക്കെയാണ്. നമ്മൾ ഇന്നേ അടിപൊളിയൊരു കാര്യം പഠിക്കാൻ പോവാ. നിങ്ങൾക്ക് ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ചെറിയ ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മൾ ക്ലിയർ ചെയ്യും. എക്സാമിന് ഉറപ്പായിട്ട് ചോദിക്കും, ഒരു സംശയവും വേണ്ട. ഏതാണ്? ഇമേജ് ഫോർമേഷൻ ഓഫ് കോൺകേവ് മിറർ, അതായത് കോൺകേവ് ദർപ്പണത്തിലെ പ്രതിബിംബ രൂപീകരണം. നമ്മൾ ആദ്യം ദർപ്പണം എടുക്കണം, കോൺകേവ് ദർപ്പണം. ശേഷം മുഖ്യാക്ഷം വരച്ച് ഫോക്കസും സെൻറ്റർ ഓഫ് കർവേച്ചറും ഒക്കെ അടയാളപ്പെടുത്തി വെക്കണം. അതായത് പോള്, ഫോക്കസ്, വക്രതാ കേന്ദ്രം എന്നിവ അടയാളപ്പെടുത്തണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിതാ ഇങ്ങനെ കറക്റ്റ് അളവായിരിക്കും എടുക്കേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളിതാ ഫോക്കസിൽ നിന്നും ഏകദേശം ഇവിടെ പോയി ഇതാ കറക്റ്റായിട്ട് ഇതാ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ പേനെടുത്ത് ചെയ്യാം. കറക്റ്റായിട്ട് ഇതാ ഇത് ഏകദേശം ഒരു 4 സെൻറ്റിമീറ്റർ എടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇതും എത്ര തന്നെ എടുക്കുക? 4. ഇത് തെറ്റിക്കരുത്. കറക്റ്റായിട്ട് സ്കെയിൽ എടുത്തിട്ട് അളന്ന് തന്നെ ചെയ്യണം. കൃത്യമായിട്ട് അളന്ന് ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങളോട് പറയുന്നത് 4 നല്ലത്, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി നിങ്ങൾ 5 എടുക്കുകയാണെങ്കിൽ ഇവിടെ 5 ആണെങ്കിൽ അവിടെ 5 ആയിരിക്കണം. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സിയിൽ നിന്നും പിയിലേക്കുള്ള അകലം ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും? 8 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും. അത് തെറ്റിച്ചാൽ മുഴുവൻ തെറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വരച്ച് എങ്ങനെ പഠിക്കാം. നമുക്ക് ആദ്യത്തെ ഇമേജ് ഫോർമേഷൻ എന്താണ്? സിക്ക് അപ്പുറത്ത് വെക്കുന്നതാണ്. അപ്പോൾ വസ്തുവിനെ ഞാനിവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. വസ്തു നിങ്ങൾ വരയ്ക്കുമ്പോൾ ഉറപ്പായിടുക ഇങ്ങനെ വരയ്ക്കരുത് കേട്ടോ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ മുട്ടണം. കറക്റ്റായിട്ട് അങ്ങനെ മുട്ടിയിട്ട് നല്ല സെറ്റായിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ. സോ ഇങ്ങനെ വേണം വസ്തുവിനെ വരയ്ക്കാൻ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? നേരെ നിങ്ങൾ സ്കെയിൽ എടുക്കാം. ഞാൻ സ്കെയിൽ എടുക്കാം. സ്കെയിൽ എടുത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുന്നത് നല്ലത് കേട്ടോ. മുകളിൽ വെച്ചാൽ മതി. മുകളിൽ വെച്ചിട്ട് എന്താ അങ്ങനെ പറയുന്നറിയോ? ഈ മുഖ്യ അക്ഷവും സ്കെയിലും നോക്കുമ്പം സമാന്തരമായിട്ട് കിട്ടണം. ചില കുട്ടികൾ ഇങ്ങനെ കുറച്ചൊക്കെ എന്താ പറയുക, കുറച്ചൊക്കെ ചെരിച്ചൊക്കെ ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെയൊക്കെ വെച്ചൊക്കെ വരച്ചു. അപ്പോൾ അത് തെറ്റാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? വെക്കണം. ഇപ്പൊ സമാന്തരം കണ്ടാൽ മനസ്സിലാവും. ശേഷം എന്ത് ചെയ്യുക? കറക്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. നേരെ കണ്ടോ, നേരെ ഇവിടുന്ന് ഒറ്റ വര ഇങ്ങോട്ട് വരയ്ക്കണം. സ്കെയിൽ ഉപയോഗിച്ച് ഒരൊറ്റ വര ഇങ്ങോട്ട് വരയ്ക്കുക കേട്ടോ. സോ അങ്ങനെ അങ്ങ് വരച്ചേക്കുക. സോ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് നമുക്ക് നേരെ കണ്ടോ കറക്റ്റായിട്ട് ഇതിൽ പാസ് പോയി. മുഖ്യ അക്ഷരം സമാന്തരമായിട്ട് നമുക്ക് റേനെ കിട്ടി. രണ്ടാമത് എങ്ങനെ നമ്മൾ വരയ്ക്കേണ്ടത്? രണ്ടാമത് വരയ്ക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മളിതാ സ്കെയിൽ എടുത്തിട്ട് നേരെ ഫോക്കസ് കൂടെ വരയ്ക്കേണ്ടത്. മറക്കരുത്, ഏല വരയ്ക്കണം, ഫോക്കസ് കൂടെ വരയ്ക്കണം. സോ അത് തെറ്റെടുത്തിട്ടോ. കാരണം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു വരുന്ന പ്രകാശരശ്മിയിൽ എങ്ങനെ കടന്നു പോകും? ഫോക്കസിലൂടെ തിരിച്ചു പോകും നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ നേരെ അങ്ങോട്ട് വരയ്ക്കുക കേട്ടോ. വാടങ്ങട്ട്. ഓക്കെ, നേരെ പോയത് കണ്ടോ നിങ്ങള്. ഇനി എന്താ ചെയ്യേണ്ടത്? രണ്ടാമത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഹെഡിൽ നിന്നും ഇതിലെ വരയ്ക്കണം. കറക്റ്റായിട്ട് ഫോക്കസിലൂടെ വരയ്ക്കണം രണ്ടാമത്തെ ലൈറ്റ് റേ. ഞാൻ ആദ്യത്തെ ഇങ്ങനെ കൃത്യമായിട്ട് വരച്ച് കാണിച്ചു തരാം, പിന്നെ നമുക്ക് ഒറ്റ സെഷനിൽ അങ്ങ് പോകാൻ പറ്റും. ക്ലിയർ ആണോ? സോ നേരെ ഫോക്കസിലേക്ക് വരയ്ക്കുക. ഞാൻ വരയ്ക്കുന്നത് കണ്ടോ നിങ്ങൾ? കൃത്യമായിട്ട് വരയ്ക്കുക. കണ്ടോടാ, ഫോക്കസിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. നേരെ എവിടുത്ത് നോക്കി ഞങ്ങൾ ഫോക്കസിലൂടെ വരച്ച് ദർപ്പണത്തിലേക്ക് കൊണ്ടുപോകാം. ഇനി നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? ഫോക്കസിലൂടെയാണ് ലൈറ്റ് റേ പോകുന്നതെങ്കിൽ എങ്ങനെ തിരിച്ചു വരും? മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ട് എന്ത് ചെയ്യും? തിരിച്ചു വരും. അപ്പോൾ നേരെ എവിടെ വെക്കുക? സമാന്തരമായിട്ട് വെക്കണം. ശേഷം എന്ത് ചെയ്യുക? ഒറ്റ വര. ഇങ്ങനെ അങ്ങ് വരയ്ക്കുക കേട്ടോ. ഇങ്ങനെ അങ്ങ് വരച്ചിട്ട് കൊണ്ടുപോയാൽ മതി. ആ വര എവിടെ പോയി കൂട്ടിമുട്ടും? നിങ്ങൾ നോക്കിയേ, കറക്റ്റായിട്ട് ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടും. ആ ബിന്ദു എവിടെയാ നിങ്ങൾ നോക്കിയേ?
ആ ബിന്ദു സിക്കും എഫിനും ഇടയിലാണ്. ശരിയല്ലേ? സിന്റെയും എഫിന്റെയും ഇടയ്ക്ക് നമുക്ക് ആരെ കിട്ടുന്നു? വസ്തുവിനെ കിട്ടും. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, വസ്തുവിൻ്റെ ഹെഡിൽ നിന്നുമാണ് ഈ രണ്ട് പ്രകാശ രശ്മികളും വരുന്നത് അല്ലേ? അവരിങ്ങനെ തിരിച്ചു വന്ന് ഇവിടെ കൂട്ടിമുട്ടുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഹെഡിൽ നിന്നും ആ ലൈറ്റ് റേ വന്നിട്ടുള്ളത്. അപ്പോൾ ഹെഡ് എവിടെയായിരിക്കും? ഇവിടെ തന്നെയായിരിക്കും. ഈ കൂട്ടിമുട്ടിയ ബിന്ദുവിലെ ഹെഡ് ഉണ്ടാവുക. സോ വസ്തുവിൻ്റെ പ്രതിബിംബം, ഇമേജ് നമുക്ക് എവിടെ കിട്ടും? ഇവിടെ കിട്ടും. കണ്ടോ നിങ്ങൾ? മനസ്സിലായോ? പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഇതേപോലെ നമ്മൾ വരയ്ക്കുക. ഇനി നമുക്ക് അടുത്ത വരയ്ക്കാൻ പോണ ഏതായിരിക്കും? നമ്മൾ ആദ്യം സിക്ക് അപ്പുറത്ത് വെച്ചു, ഇനി സിയിൽ വെച്ച് വരയ്ക്കാൻ പോവാണ് കേട്ടോ. ഇനി ഞാൻ സ്കെയിൽ ഒന്നും എടുക്കണ്ടല്ലോ. സോ നിങ്ങൾ തന്നെ ക്ലിയർ ചെയ്യുക. ഇതേപോലെ സ്കെയിൽ എടുക്കുക, കറക്റ്റായിട്ട് സമാന്തരമായിട്ട് വെക്കുക, ഒറ്റ വര വരയ്ക്കുക. കണ്ടോ? സോ നീ നേരെ അങ്ങ് വരച്ച് പോട്ടെ കേട്ടോ, നേരെ അങ്ങ് പോവാം. ഇവിടെ ഞങ്ങൾക്ക് ഒരു ഹിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു ഹിൻറ്റ്. ചില കുട്ടിക്ക് ഇത് തെറ്റാൻ ചാൻസ് ഉണ്ട്. തെറ്റാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഹൈറ്റ് നിങ്ങളൊന്ന് മെഷർ ചെയ്യാം. ഏകദേശം ഒരു സെൻറ്റിമീറ്റർ വരുമല്ലോ, 2 സെൻറ്റിമീറ്റർ അങ്ങനെ ഇത് വരും. അതേ ഹൈറ്റിൽ ഒന്ന് താഴോട്ട് ഇങ്ങനെ വരച്ച് വെച്ചേക്കാം. അങ്ങനെ വരച്ച് വെച്ചതിന് ശേഷം നിങ്ങളിത് ക്ലിയർ ചെയ്യുക. ഏകദേശം ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. സോ ഇത് നേരെ എങ്ങനെ പോകണം? ഇതിലൂടെ പോകണം തന്നെ മനസ്സിലാക്കി വെക്കുക. ഇതൊരു ട്രിക്കാണ്, കാരണം ചില കുട്ടികൾ ഇത് തെറ്റിക്കാറുണ്ട്, സീൽ വെക്കുന്നത് തെറ്റിക്കാറുണ്ട്. അതിനുവേണ്ടി ആദ്യം ഇങ്ങനെ ചെയ്ത് വെക്കുക. എന്നിട്ടോ നമ്മുടെ രണ്ടാമത്തെ ലൈറ്റ് റേ ഫോക്കസിലൂടെ ഇങ്ങനെ പോവാം. പോയിട്ട് തട്ടിയിട്ട്, ഞാൻ വരച്ചത് വളയാൻ ചാൻസ്, പക്ഷേ സ്കെയിലിച്ച് വരയ്ക്കണം. ഞാൻ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി വരയ്ക്കുകയാണ്. അതെങ്ങനെ എങ്ങോട്ട് പോവും? കറക്റ്റായിട്ട്. കണ്ടോ? കറക്റ്റായിട്ട്. ചെറിയ വളവുണ്ട്, ഓൾറെഡി പറഞ്ഞു. സോ കറക്റ്റായിട്ട് എന്ത് കിട്ടും? സീൽ തന്നെ കൂട്ടിമുട്ടണം. ആ രീതിയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് വരച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷേ അത് ഫോക്കസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് സിറ്റുവേഷൻ വരും. ചിലപ്പോൾ അതിങ്ങനെ കുട്ടിയൊക്കെ എപ്പോഴാണ് വരിക എന്നറിയോ? ചില കുട്ടികൾ ദർപ്പണം വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരച്ച് കളയും. അങ്ങനെയൊന്നും വരയ്ക്കരുത്. വരയ്ക്കുമ്പോൾ ഏകദേശം സ്ട്രെയിറ്റ് ഏകദേശം ഇങ്ങനെയുള്ള ദർപ്പണം വേണം വരയ്ക്കാൻ. അപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത ഏതാ? സിക്കും എഫിനും ഇടയിൽ സ്കെയിൽ എടുക്കുക, നേരെ വരയ്ക്കുക. ഓക്കെ, മുഖ്യ അക്ഷരത്തിന് സമാന്തരമായിട്ട് ഒറ്റ വര ഇങ്ങോട്ട് വരയ്ക്കുക, നേരെ ഇങ്ങോട്ട് വരയ്ക്കുക. കണ്ടോ? സോ ഈ വരച്ചാൾ എങ്ങനെ പോവും? കറക്റ്റായിട്ട് ഫോക്കസിലൂടെ റിഫ്ലക്റ്റ് ചെയ്യും. ഫോക്കസിലൂടെ തന്നെ പോണേ, മാറിപ്പോകരുത്. സോ ഇങ്ങനെ അങ്ങ് പോവും. രണ്ടാമത്തെ ലൈറ്റ് റേയോ? രണ്ടാമത്തെ ലൈറ്റ് റേ നമ്മൾ എങ്ങനെ വരയ്ക്കണം? ഫോക്കസിലൂടെ വരയ്ക്കണം. അപ്പോൾ ഇവിടെ പോയി തട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും. എന്നിട്ട് എവിടെ കൂട്ടിമുട്ടുക അറിയാവോ? നേരെ പോയി കൂട്ടിമുട്ടുക സീൻ്റെ അപ്പുറത്ത്. കണ്ടോ? സീൻ്റെ അപ്പുറത്താണ് കിട്ടുക. സോ ഇവിടെ പ്രതിബിംബം കിട്ടുന്നത് വലിയ പ്രതിബിംബം. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥ പ്രതിബിംബം തലകീഴായാണ്, അതൊക്കെ അറിയാലോ. തലകീഴാണ്, യഥാർത്ഥമാണ്, വലുതാണ് അല്ലേ? അങ്ങനെ പഠിച്ചു വെക്കുക. അടുത്ത എവിടെയാ? എഫിൽ വെക്കുമ്പോഴാണ് രസമുള്ളൊരു കാര്യം. നമ്മൾ നേരെ വരയ്ക്കുന്നു, അത് തട്ടിത്തെറിച്ച് എങ്ങനെ പോവും? ഫോക്കസിലൂടെ റിട്ടേൺ വരും അല്ലേ? കറക്റ്റായിട്ട് ഫോക്കസിലൂടെ തിരിച്ചു വരും. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച രണ്ടാമത്തെ ലൈറ്റ് നമ്മൾ എയിലാണ് വരച്ചിരുന്നത്? രണ്ടാമത്തെ ഫോക്കസ് കൂടെ വരച്ചിരുന്നത്. ഇവിടെ നമുക്ക് ഫോക്കസിലൂടെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യും? അങ്ങനെ വരയ്ക്കാൻ പറ്റൂല. എന്ത് ചെയ്യണം? നേരെ പോളിലേക്ക് വരയ്ക്കണം. കണ്ടോ? പോളിലേക്ക് വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു കോണളവ് കിട്ടുമല്ലോ, നമുക്ക് കിട്ടൂലേ? അപ്പോൾ ആ കോണളവും തിരിച്ചു പോകുന്ന ലൈറ്റ് റേൻ്റെ കോണളവ് എന്തായിരിക്കണം? തുല്യമായിരിക്കണം എന്ന് മനസ്സിലാക്കി വെക്കുക. സോ അങ്ങനെ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് എന്താ കിട്ടുകയെന്നറിയോ? ഇവിടെ നിങ്ങൾ വരച്ച ലൈറ്റ് റേ, ഈ ലൈറ്റ് റേ അല്ലേ, അതിന് കറക്റ്റായിട്ട് സമാന്തരമായിട്ട് ഈ ലൈറ്റ് റേ പോവുക. ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്നറിയോ? സമാന്തര രശ്മി എന്താ? കറക്റ്റായിട്ട് സമാന്തരമായിട്ട് പോകും. കണ്ടോ? ഇവരൊരിക്കലും കൂട്ടിമുട്ടൂല. അതേ പോണ എന്ത് ചെയ്യും? ഇവർ കൂട്ടിമുട്ടാതെ സമാന്തരമായിട്ട് എന്ത് ചെയ്യും? അങ്ങ് കടന്നു പോകും. അപ്പോൾ നമ്മൾ ആലോചിക്കും, നമുക്ക് ഇവിടെ പ്രകാശരശ്മികൾ കൂട്ടിമുട്ടാത്തത് കൊണ്ട് നമുക്ക് പ്രതിബിംബം കിട്ടും. നമുക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ഡൗട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, പ്രതിബിംബം കിട്ടും. പക്ഷേ നമുക്ക് എവിടെയാണ് കിട്ടുക എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. നമ്മൾ നേരത്തെ സീൽ വെച്ചപ്പോൾ സീൽ തന്നെയാണ് പ്രതിബിംബം. സീൻ്റെ അപ്പുറം വെച്ചപ്പോൾ ഇവിടെയാണ് പ്രതിബിംബം. അപ്പോൾ പൊസിഷൻ പറയാൻ പറ്റി, പക്ഷെ ഇവിടെ അത് പറയാൻ പറ്റൂല.
പ്രതിബിംബം ഉണ്ടാകും, പക്ഷേ വ്യക്തമല്ലാത്ത പ്രതിബിംബം ഉണ്ടാവുക. ഒരു സ്ക്രീൻ വെച്ചാൽ അതിൽ പ്രതിബിംബം ഉണ്ടാവും, വ്യക്തമില്ലാത്ത ഒരു പ്രതിബിംബം ഉണ്ടാവും, വളരെ വലുതായിരിക്കും, ഉയർന്ന വലുപ്പം കൂടി പ്രതിബിംബം കിട്ടും. ക്ലിയർ ആണോ? ഇനി അടുത്തത്, ഇതാണ് കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്താ അറിയോ അതിന് കാരണം? ഇവിടെ നമ്മൾ എഫിനും പിക്കും ഇടയിലാണ് വസ്തുവിനെ വെച്ചത്. അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മുഖ്യ അക്ഷം നീട്ടി വരയ്ക്കണം. കണ്ടോ ഞാൻ നീട്ടി വരച്ചത്? കൃത്യമായിട്ട് നീട്ടി വരയ്ക്കുക. കാരണം നമുക്ക് ഉള്ളിലാക്കിയിട്ടത് പ്രതിബിംബം. ഞാൻ ആദ്യത്തെ ലൈറ്റ് വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. അത് ഫോക്കസിലൂടെ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്ത് പോകും. കണ്ടോ? ഫോക്കസ് കൂടെ പോകുന്നു. രണ്ടാമത്തെ ലൈറ്റ് ഞാൻ എങ്ങനെയാണ് വരയ്ക്കുക? നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ തന്നെ കറക്റ്റായിട്ട് പോളിലേക്ക് വരയ്ക്കുക. അപ്പോൾ അതാ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ട് ലൈറ്റ് റേയും, ഇത് രണ്ട് ആംഗിളും തുല്യമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ രണ്ട് ലൈറ്റ് റേ എന്തായിരിക്കും? പരസ്പരം അകന്നു പോകുന്ന ലൈറ്റ് റേസ് ആയതുകൊണ്ട് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും. ഇവർ രണ്ടുപേരും ഇതിൻ്റെ കണ്ണാടിൻ്റെ ഉള്ളിലുള്ള ഒരു ബിന്ദുവിൽ നിന്നും, കണ്ടോ, ഒരു ബിന്ദുവിൽ നിന്നും വരുന്നത് പോലെ തോന്നും. സ്കെയിൽ വെച്ച് നീട്ടി വരയ്ക്കാൽ ഇവിടെ ഒരു ബിന്ദു കിട്ടും. അവിടെ എന്ത് കിട്ടുക? പ്രതിബിംബം കിട്ടുക. കണ്ടോ? അപ്പം ഈ രണ്ട് ലൈറ്റ് റേയും ഹെഡ് നിന്നാണ് വന്നത്. അതുകൊണ്ട് കൂട്ടിമുട്ടുന്ന ബിന്ദു എപ്പോഴും എന്തായിരിക്കും? ഹെഡായിരിക്കും. സോ നമുക്കിതാ ഇങ്ങനെയാണ് പ്രതിബിംബം കിട്ടുക. കണ്ടോ? ഇങ്ങനെ കിട്ടും. സോ നമുക്കൊരു വലിയ പ്രതിബിംബം, അത് കണ്ണാടിക്കുള്ളിലാണ്. അതായത് എന്ത് ഇമേജ്? അത് വെർച്വൽ അല്ലെങ്കിൽ മിഥ്യാപ്രതിബിംബമാണ് കിട്ടുന്നത്. ഓക്കെ ആണോ? സോ ഇതാണ് മിക്കവാറും എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് പഠിച്ചു വെക്കണം. ഏറ്റവും ലാസ്റ്റത്തെ എന്താണ്? അനന്തതയിൽ. എവിടെയാണ്? അനന്തതയിൽ നമ്മൾ വസ്തുവിനെ വെക്കുന്നു. അനന്തത വെക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഏറ്റവും മുകളിൽ നിന്നും വരയ്ക്കുക. അത് ഫോക്കസിലൂടെ കടന്നു പോകും. പിന്നെ ഇതിൻ്റെ താഴേന്നും വരയ്ക്കുക. കണ്ടോ? സ്കെയിൽ വെച്ച് വരയ്ക്കണേടാ. നേരെ ഇങ്ങനെ കടന്നു പോയി. എവിടെ കിട്ടും നമുക്ക്? ഫോക്കസിലാണ് എന്ത് കിട്ടുന്നത്? ഇമേജ് കിട്ടുക. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എവിടെയാ? കണ്ണാടിക്ക് പുറത്താണ്. കണ്ണാടിക്ക് പുറത്താണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും? റിയൽ ആയിരിക്കും, യഥാർത്ഥമായിരിക്കും. മനസ്സിലാക്കി വെക്കുക. സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇമേജ് ഫോർമേഷൻ പഠിക്കാൻ. സിമ്പിൾ ആണ്. ഇത് കൃത്യമായിട്ട് പഠിക്കുക, വരച്ച് തന്നെ പഠിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ടിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ലൈവിൽ എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ കൃത്യമായിട്ട് പഠിക്കണം മക്കളെ. വൈകുന്നേരം 8 മണിക്ക് കാണാം. ബൈ.